നമ്മുടെ പണത്തിനും സ്വർണത്തിനും 100% മൂല്യവും ഉത്തരവാദിത്വവും ഉറപ്പ്. ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്, കൊടുവായൂർ റോഡ്, കുഴൽമന്നം, പാലക്കാട്. നമ്മുടെ സമ്പാദ്യം ഇനി ഭദ്രം. കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്ന ചേലക്കരയിൽ സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി. LDF സ്ഥാനാർത്ഥി UR പ്രദീപിനും NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണനുമാണ് മണ്ഡലത്തിൽ വോട്ടുണ്ടായിരുന്നത്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് ചേലക്കര മണ്ഡലത്തിൽ വോട്ടില്ല. UR പ്രദീപിന് രാവിലെ 7 മണിയോടെ കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലെ ബൂത്ത് 25-ൽ എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ തിരുവില്ലാമല പാമ്പാടി സ്കൂളിലെ ബൂത്ത് 116-ൽ രാവിലെ 7 മണിയോടെ എത്തി വോട്ട് രേഖപ്പെടുത്തി. ചേലക്കര മുൻ MLAയും നിലവിൽ ആലത്തൂർ MP-യുമായ K രാധാകൃഷ്ണൻ തോന്നൂർക്കര UP സ്കൂളിലെ ബൂത്തിൽ രാവിലെ 10 മണിയോടെ എത്തി വോട്ട് രേഖപ്പെടുത്തി. ചേലക്കരയിൽ ചരിത്രം ആവർത്തിക്കുമെന്നും ഇടതുമുന്നണി വൻ വിജയം നേടുമെന്നും LDF സ്ഥാനാർത്ഥി UR പ്രദീപ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നല്ല പോളിംഗ് ഉണ്ടാവും. ആ പോളിംഗ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള അനുകൂലമായ വിധിയെഴുത്തുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായിട്ട് ഇനിയിപ്പോ പാർട്ടി പ്രവർത്തകരുടെ കൈകളിലേക്ക് പോവുകയാണ്. ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് പര്യടനം? എങ്ങനെയാണ്? മണ്ഡലത്തിലെ പരമാവധി ബൂത്തുകളിൽ ഓടിയെത്തി ഒന്ന് പ്രവർത്തകരെയും കാണണം, പിന്നെ പോളിംഗ് സ്റ്റേഷനിൽ ഒന്ന് കയറി നോക്കണം എന്നുണ്ട്. അത് കൂടുതൽ ബൂത്തുകൾ ഉള്ളതുകൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിൽ പരമാവധി എത്തി ഒന്ന് കാണുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. 2006 തുടർച്ചയ്ക്കാണ് വോട്ട് ചോദിച്ചത് അല്ലേ? അത്രേ ഉള്ളൂ. ഇവിടെ വികസനത്തിന്റെ തുടർച്ചയ്ക്കുള്ള വോട്ടാണ് ചോദിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ വരുന്നൊരു വാർത്ത EP ജയരാജന്റെ ആത്മഹത്യയിലെ ചില വിശദാംശങ്ങളാണ്. രണ്ടാം പിണറായി സർക്കാർ പ്രതീക്ഷിക്കെ തുടർന്നില്ല, പരാജയമായതിന്റെ ഒരുപാട് വിവാദ പരാമർശങ്ങളും നിലവിലെ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾക്കെതിരായ പരാമർശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇടതുപക്ഷ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ മറുപടി പറയും, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞോളൂ. ഞാനത് കാലത്ത് നേരത്തെ നീച്ച് പോളിംഗ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായതുകൊണ്ട് വാർത്തകൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ദിവസം അങ്ങനെ വരുമ്പോഴേ അതിൽ തിരിച്ചടിയാകുമെന്ന് ആശങ്കയുണ്ട്. കാരണം ഒരുപാട് വിമർശനങ്ങളുണ്ട് അതിൽ. ഏതായാലും അതിനെക്കുറിച്ച് ഞാൻ എന്താണ് മനസ്സിലാവാത്തത് കൊണ്ട് എനിക്കിപ്പോൾ അത് മറുപടി പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങളെ ഉപയോഗിച്ച് ഇന്നലെ വരെയുള്ള വോട്ടഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. പരസ്യമായിട്ടും നിശബ്ദമായിട്ടും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പരമാവധി ജനങ്ങൾ അത് നോക്കി വിലയിരുത്തുന്നതാണ് എൻ്റെ വിശ്വാസം. മറ്റു വിഷയങ്ങളെല്ലാം അതിന് മറുപടി കിട്ടുന്നതോടുകൂടി ജനങ്ങൾക്ക് അത് വ്യക്തത വരും.